നമ്മളെ ചതിക്കുന്നത് നമ്മുടെ ആത്മമിത്രമായിരിക്കും, ശത്രുവായിരിക്കില്ല. കാരണം ശത്രു ചതിക്കില്ല, ശത്രു ഉപദ്രവിക്കുകയുള്ളൂ. ശത്രു നമ്മളെ ചതിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവൻ എപ്പോഴും ശത്രുവായതുകൊണ്ട് ശത്രു ഉപദ്രവിക്കുകയുള്ളൂ, ശത്രു ചതിക്കില്ല. വിശ്വസിക്കുന്നവനാണ് ചതിക്കുക. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? നമുക്കൊരു ശത്രുവുണ്ട് എന്ന് കരുതുക, ശത്രു ചതിക്കില്ല. കാരണം ഇപ്പൊ ഞാനിവിടെ നിൽക്കാൻ, നിങ്ങൾ എന്റെ ശത്രുവാണ്. അവിടെ നിന്ന് വരുമ്പോഴേ എനിക്കറിയാം അതെന്റെ ശത്രുവാണ് വരുന്നത്. പോകുന്ന വഴിയിൽ അവൻ എന്നെ ആക്രമിക്കുമെന്ന ഒരു മുൻകരുതൽ എടുക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ആ വരുന്നത് എന്നെ ആത്മമിത്രമാണ്, അവൻ എന്നെ ചതിക്കില്ല, അവൻ എന്നെ ദ്രോഹിക്കില്ല എന്ന് വിചാരിച്ച് യാതൊരുവിധ മുൻകരുതലും എടുക്കാതെ നമ്മൾ അവനെ സ്വീകരിക്കുകയും അവൻ നമ്മളെ ചതിയിൽപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ ചതി നടന്നത്. ലോക ചരിത്രത്തിലെ ആദ്യ മനുഷ്യന്റെ ചരിത്രത്തിൽ